നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 26/8/2026 ബുധനാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്. 22 ക്യാരറ്റ് 1 ഗ്രാം 15,010, ഒരു പവൻ 1,20,080. അതുപോലെ 24 ക്യാരറ്റ് 16,375, ഒരു പവൻ 1,31,000 രൂപ. അതുപോലെ 18 ക്യാരറ്റ് 12,281, ഒരു പവൻ 98,248. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ്. RSS 4 274, RSS 5 271, ISN 252, ലാറ്റക്സ് 60, 197 60 പൈസ. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 224, RSS 5 271, അകർത്തല വില നോക്കുമ്പോൾ RSS 4 268, RSS 5 265. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 272 രൂപ 90 പൈസ, RSS 2 271 രൂപ 15 പൈസ, RSS 3 269 രൂപ 54 പൈസ, RSS 4 268 രൂപ 57 പൈസ, RSS 5 268 രൂപ 24 പൈസ. ഇതാണ് വൈകിട്ടത്തെ വിദേശത്തെ വില. വിദേശ വില ഇപ്പോൾ രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. വിദേശ വില ഇന്നലമായിട്ട് വിദേശ വില ഏകദേശം RSS 1 274 26 പൈസ ഉണ്ട്. ഇന്ന് വൈകിട്ട് നോക്കുമ്പോൾ 272 രൂപ 90 പൈസയുള്ള RSS 1-ൽ. മഴയും ഓണത്തിരക്കും റബ്ബർ ചരക്ക് നീക്കത്തെ വളരെയേറെ കാര്യമായി ബാധിച്ചു. ചരക്ക് കുറഞ്ഞിരിക്കുകയാണ്. ആഭ്യന്തര വിലയിൽ ഇപ്പോൾ 274 കോട്ടയത്ത് വില നടക്കുന്നത്. ലാറ്റക്സിന് 192, അവാരി വില 282. സംസ്ഥാനത്തെ കാർഷിക മേഖല സാവധാന ഓണാഘോഷങ്ങളുടെ ഒരുക്കങ്ങളിലേക്ക് തിരിഞ്ഞതോടെ റബ്ബർ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിൽ നേരിയ കുറവാണ് രേഖപ്പെടുത്തിയത്. മിക്ക കടകളിലും പണ്ടത്തെ പോലെ വരവ് ഇല്ല. ഇതിനൊപ്പം നിന്ന് പുലർച്ചെ മുതൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പെയ്ത ഇടവിട്ടുള്ള മഴ കാരണം കർഷകർക്ക് ശരിയായ രീതിയിൽ ടാപ്പിംഗ് നടത്താൻ സാധിക്കാത്തതും വിപണിയിലെ റബ്ബർ ഷീറ്റിൻ്റെ വരവും കുറഞ്ഞതും കാരണമായി. ദിവസം കൊണ്ട് രാജ്യാന്തര വിലയിൽ ഉയർച്ച കണ്ടെങ്കിലും ഇന്ന് രാജ്യാന്തര വില താഴുകയാണ് ഉണ്ടായത്. വ്യാവസായിക ഡിമാൻഡ് ചുരുങ്ങി. ടയർ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യാവസായിക മേഖലയിൽ നിന്നുള്ള പുതിയ അന്വേഷണങ്ങൾ കുറഞ്ഞതോടെ കോട്ടയം, കൊച്ചി വിപണികളിൽ റബ്ബർ ഷീറ്റ് വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും. വിദേശ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ നേരിയ താൽപ്പര്യം കാണിച്ചെങ്കിലും ജപ്പാനിലെ ഒസാക്കയിലെ റബ്ബർ വില കിലോയ്ക്ക് ഇപ്പോഴും 438 yen നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. മഴയും കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണോത്സവകാലം മൂലം ടാപ്പിങ്ങിലും ചരക്ക് നീക്കത്തിലും താൽക്കാലിക മന്ദതയുണ്ടെങ്കിലും ആഭ്യന്തര വിപണിയിൽ വിലയിടിയാതെ 276 രൂപ കോട്ടയത്ത് തുടരുന്നത് കർഷകർക്ക് വളരെയേറെ ആശ്വാസം എന്നാണ്. കർഷകർ കടയിൽ കൊണ്ടുകൊടുക്കുമ്പോൾ വ്യാപാരി വില മാത്രമേ കിട്ടത്തുള്ളൂ. വ്യാപാരി വില ക്ലോസ് ചെയ്ത് 266 RSS 4 5-നായിട്ട് 263. ഒട്ടുപാലാകട്ടെ 173-74 രൂപയൊക്കെ കിട്ടും. നല്ല ഒട്ടുപാൽ ഉണങ്ങിയതാണെങ്കിൽ. ഇനിയും പ്രതീക്ഷപ്പെടാതെ സീസണൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും കാലാവസ്ഥ മാറ്റങ്ങളില്ലെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ ടാപ്പിംഗ് ചെയ്യുവാൻ കർഷകർക്ക് ആകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടതിന് വളരെയധികം നന്ദി. നിങ്ങളുടെ നാട്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് എത്ര രൂപയാണ് ബോണസ് കൊടുത്തതെന്ന് കമൻറ്റ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.